അതെ, ആരാച്ചാരെ കിട്ടിയ കാര്യം ഇന്ന് രാവിലെ അറിഞ്ഞ്. വിധി നടപ്പാക്കുന്നതിന് ഇനി കാലതാമസമൊന്നുമില്ലല്ലോ അല്ലേ? വിധി നടപ്പാക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഒരു ജീവനാണ് പോണതേ. ആരാച്ചാരെ കിട്ടില്ലെന്നാ ഞാൻ കരുതിയത്. നല്ല മഴ അല്ലേ? ഇതിപ്പോ നാളെയോ മറ്റന്നാളോ എപ്പോഴാ ഉണ്ടാവുക? അല്ല, കടലാസിൽ എന്താണെന്ന് അറിയില്ലല്ലോ. പറ്റിയ ഇപ്പൊ തന്നെ? അതല്ല, ഞാൻ വേണ്ടത് ചെയ്തോളാം. മറുപടി ഞാൻ കൊടുത്തയച്ചോളാം. നല്ല മഴ. ഒരു കട്ടൻ കാപ്പി കിട്ടിയിരുന്നെങ്കിൽ. കാപ്പി എന്താ ചെല്ല്. ഓ ഓ കുഞ്ഞുണ്ണിയെ 451 രക്ഷിക്കട്ട. എല്ലാം തീർന്നു. ആരാച്ചാരം കിട്ടിയിട. ഇപ്പോ അയാളെ കിട്ടി കെട്ടിയെടുത്തിട്ടുണ്ടാവും. മിക്കവാറും നാളെ രാവിലെ. അതെ, അതിനപ്പുറത്തേക്ക് പോകലുണ്ടാവില്ല. കുഞ്ഞുണ്ണി, നാളെ അത് നടപ്പാക്കൂടാ. എന്താടാ മോനൊന്നും മിണ്ടാത്ത? പുറത്ത് നല്ല മഴയുണ്ടോ? നല്ല ശബ്ദം, അഷ്ടകലാശം ചവിട്ടണ മഴ. എന്താന്ന ആഴ്ച? ഇനി ഞാൻ കൂട്ടിയ കൂടുതലുണ്ട് മോനെ. മോളിൽ നിന്ന് ഉത്തരവ് വന്നിരിക്കുന്നു. നല്ല മഴ, കോരിച്ചൊരിയണ മഴ. ഈ മഴക്കാലം കൂടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിലും മരണം രംഗബോധമില്ലാത്ത കോമാളിന്നാണല്ലോ പറയണത്. ഇന്ന് വെള്ളി, നാളെ ശനി, മിക്കവാറും നിനക്ക് ഇനി ഞായറാഴ്ച ഉണ്ടാവില്ലട മോനെ. ജയിലാണെങ്കിൽ ആകെ ചോർച്ചയാ. ഈ മഴക്കാലം കഴിഞ്ഞിട്ട് മതിയായിരുന്നു. അല്ല, ആരാച്ചർക്കൊരു ജലദോഷപ്പനി വന്നാലും മതിയായിരുന്നു. അല്ലെങ്കിൽ ഒരു അപകടം. ഇങ്ങോട്ട് വരുമ്പോൾ കാലം നട്ടറി വീഴ്. അങ്ങനെയും സംഭവിക്കാലോ. എൻ്റെ പറച്ചിന് കടവ് മുത്തപ്പ, 2 ദിവസം ഈ ജയിലിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കും. ഓരോരോ വിധി നീ പറഞ്ഞിട്ട് കാര്യമില്ല. യോഗം എന്നല്ലാതെ എന്തു പറയാനാ? ഒന്നുള്ളിലേക്ക് പോയിക്കോട്ടെ, ഒന്ന് കടത്തി വിടൂ. പോയിക്കോളാം. ഇപ്പൊ കാണാൻ പറ്റില്ല നിങ്ങളോട് പറഞ്ഞു. അതിനൊക്കെ മോളിൽ നിന്ന് അനുവാദം വേണം. അതൊന്നും അറിയില്ല ഏമാനെ. ഒരു അത്യാവശ്യ കാര്യമാണ്. അറിഞ്ഞില്ലെങ്കിൽ വലിയൊരു പിഴയാവും അത്. മഴ കൊള്ളാതെ നിൽക്കാനും സമ്മതിക്കില്ല. ശവം അങ്ങനെ പറയരുത്. ഒരു സ്വൈര്യം ഇല്ലാത്തോണ്ടാണ് അടിയൻ വന്നത്. ഒന്ന് വാതിൽ തുറന്നു തരുമോ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മര്യാദയ്ക്ക് പൊക്കോളം ഓടണം, അല്ലെങ്കിൽ എന്റെ കൈ പോലെ മേടിക്കും. എത്ര ദൂരത്തുനിന്ന് അടിയൻ വന്നിരിക്കണത്. എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്റെ ഭഗവതി. പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ കൈ മനെ കിടന്നു.
നാട്യാണോ പതാണോ ഏതാ മികച്ചതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. കേമായി. ഗംഭീരായിരിക്കണു. ആരാ? എന്താ വേണ്ടേ? ആശാനെ കാണാൻ വന്നതാ. ആരാ? എവിടുന്നാ? കുറച്ച് ദൂരെന്നാ. കാച്ചാങ്കുറിശി. ആശാന്റെ ശിഷ്യത്വം കിട്ടണമെന്ന കൊതി. കഥകളിയിലെ അല്പജ്ഞാനം മുഴുഭ്രാന്താക്കണമെന്ന് തോന്നി തുടങ്ങിയിരിക്കണു. അടിയനെ കൈവിടരുത്. മനക്കിലെ കളരിയിൽ അടിയന് കച്ചയും മെഴുക്കും തരണം. ഇതേപ്പം നന്നായേ. എടോ, ഈ പ്രായത്തിലാണോ കഥകളി തുടങ്ങുക? ഇവിടെ അച്ഛാ കളരി തുടങ്ങിയിട്ടേ ഉള്ളൂ. വേണ്ട സൗകര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഉള്ള സൗകര്യമൊക്കെ അടിയന് ധാരാളം. അവിടുത്തെ ശിഷ്യനാവുന്നത് അടിയന്റെ ഭാഗ്യം. താൻ എൻ്റെ വേഷം കണ്ടിട്ടുണ്ടോ അതൊക്കെ പറയാൻ? വെറും മോഹമുണ്ടായാൽ മാത്രം പോരാ. ദൂരെ നിന്ന് ആളുകൾക്കിടയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അടുത്തു വരാൻ പേടിയായിരുന്നു. അണിയറപ്പന്തലിൻ്റെ ഓല മാറ്റി കുറേ നേരം നോക്കി നിന്നിട്ടുണ്ട്. ദക്ഷൻ, രണ്ടാം ദിവസത്തെ നളൻ, ഉദ്ഭവത്തിലെ രാവണൻ, സുഭദ്രാഹരണത്തിലെ അർജുനൻ, സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ, അംബരീഷ ചരിതത്തിലെ ദുർവാസാവ്. അപ്പോഴൊക്കെ മനസ്സിൽ ഒരുപാട് തവണ നമസ്കരിച്ചിട്ടുണ്ട്. അത് നന്നായി. താൻ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അങ്ങയുടെ സ്വന്തം കേശഭാരത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നിത്യപൂജ നടത്താറുണ്ട്. തന്നെ എനിക്ക് ശരിക്കങ്ങട് മനസ്സിലായില്ലാലോ. മനസ്സിലാവാൻ മാത്രമൊന്നുമില്ല. തൊട്ടാ കണ്ണു ചിമ്മണൊരു തൊട്ടാവാടി, അത്രയേ ഉള്ളൂ ആശാനെ. ആശാനെ, ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കാപ്പിയൂടി കഴിഞ്ഞിട്ട് മതി. വന്നയാളോട് വടക്കുറത്തേക്ക് പോരാൻ പറഞ്ഞോളൂ. ആരാച്ചാലും കാപ്പിയും പലഹാരവും കഴിച്ചിട്ട് മതി വർത്താനം. ആരാ ആശാനെ? കളിക്കാരനാ? പഴം ആരാണ് എവിടുന്നാണെന്നൊക്കെ ചോദിക്കാൻ അന്തർജനെ ഏൽപ്പിച്ചിരിക്കണു. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലാലോ, അതാ. ആദ്യമായിട്ടാണ് കിള്ളിക്കുറിശി മംഗലത്ത്. മനക്കില് കളരി തുടങ്ങിയെന്നും രാവുണ്ണി ആദ്യാവസാനം ഇവിടെ ഉണ്ടെന്നും കേട്ടപ്പോ സന്തോഷായി. ആശാന്റെ കീഴില് കുറച്ചു കാലം പഠിക്കണമെന്നുണ്ട്, അതാ. എവിടെയാ നാട്? പാലക്കാട് നിന്ന് ഇത്തിരി തെക്ക് മാറി കാച്ചാങ്കുറിശി എന്ന് പറയും. കൊല്ലംകോട്ടിനടുത്താ. അറിയാം. കഴിച്ചോളൂ. ആരൊക്കെയുണ്ട് വീട്ടില്? ആരുമില്ല. അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയി. ഒറ്റത്തടിയാ. ദാരിദ്ര്യവും അലച്ചിലും കൊണ്ട് കല്യാണം കഴിക്കാനൊന്നും സമയവും കിട്ടിയില്ല. ആ, അതൊരു കണക്കിന് നന്നായി. അതെന്തേ നന്നായിന്ന്? അതോ, കഥകളിയിലാ കമ്പം ല്ലേ? അതെ. അവിടെ അടുത്തൊരു കളരിയിൽ കുറച്ചു കാലം ചൊല്ലിയാടി. ഓ, അടിയൻ ഭാഗ്യവാനാണ്. അന്തർജനം നടത്തുന്ന ഈ കളരിയിൽ എത്താൻ കഴിഞ്ഞല്ലോ. പക്ഷേ ആശാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ആശാൻ പറയും. ഒന്ന് തൊഴാൻ. ആ ശബ്ദമാധുര്യത്തോട് ആശാനോട് ഒന്ന് ശുപാർശ ചെയ്യണമെന്ന് അപേക്ഷിക്കാൻ